ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു തക്കാളിക്കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തക്കാളിയും സബോളയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയാണ് കേട്ടോ എടുത്തത്. ഈ സബോളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സബോളയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അങ്ങനെ എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സബോളയൊക്കെ ഒന്ന് നല്ലോണം വാടി വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് ആവശ്യത്തിന് നാളികേരം എടുത്തു. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സബോളയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കണ തക്കാളി ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞു വരണ വരെ വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളാണെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.